തകർച്ചയിൽ നിന്ന് ഒരു കുതിച്ച് ചാട്ടം, അഥവാ തകർന്നു പോയിടത്തു നിന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പ്. അവിടെ നീ തകർന്നു പോയ അതേ സ്ഥാനത്ത് തന്നെ ഒരു ഉയർത്തെഴുന്നേൽപ്പ്. പൊട്ടിപ്പാളീസായി പോയ ആ കച്ചവടം, ആ കട, ആ ബിസിനസ്, ആ സ്ഥാപനം, ശുശ്രൂഷക, എല്ലാവരും പറയുക അത് പൊട്ടിപ്പൊളിഞ്ഞ് പാളിസായി പോയി. അവിടെ നിന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പ്. സഹോദരി, തകർന്ന് തരിപ്പണമായി പോയി ഇതിൻ്റെ ജീവിതം, അവരുടെ ഭാവി ആ ഒരു പരാജയത്തോടുകൂടെ തകർന്ന് തരിപ്പണമായി പോയി. ഇനി പ്രതീക്ഷിക്കുവാൻ കഴിയാത്ത വിധത്തിൽ അവിടെ നിന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് അഥവാ ഒരു കുതിച്ചു ചാട്ടം. അതെ, പ്രതീക്ഷകൾക്കപ്പുറമായതുകൊണ്ട് തന്നെ മാനുഷികമായല്ല, സ്പിരിച്വലായി, ദൈവികമായി ഒരു കുതിച്ചു ചാട്ടം, ഒരു ഉയർത്തെഴുന്നേൽപ്പ്. റെഡിയാണോ? ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്ന പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: അവൻ കുതിച്ചെഴുന്നേറ്റു നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ കടന്നു. 7-ാമത്തെ വാക്യത്തിൻ്റെ അവസാനത്തെ ഭാഗം വായിച്ചാണ് ഞാൻ തുടങ്ങിയത്. അവൻ കുതിച്ചെഴുന്നേറ്റു നടന്നു, കിടന്നിടത്ത് നിന്ന് തകർന്നു പോയ തൻ്റെ ജീവിതം ഉയർത്തെഴുന്നേറ്റു. 2019 തുടക്കത്തിൽ പ്രൈസർ ഫാമിലിയിലേക്ക് നിങ്ങളിൽ പലരെയും പോലെ ഒരു സഹോദരൻ വിളിച്ചു, ഒരു ഗൾഫ് രാജ്യത്തു നിന്ന്. ആ സഹോദരൻ പറഞ്ഞതാണ്, പാസ്റ്ററെ, തകർന്നു, തരിപ്പണമായി, പൊട്ടിപ്പാളിസായി. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട്, ഒരുപാട് അധ്വാനിച്ച്, സ്വപ്നം കണ്ട് പണിതുയർത്തിയ എൻ്റെ ബിസിനസ് സാമ്രാജ്യം, 40-ലധികം ഔട്ട്ലെറ്റുകളുള്ള ഒരു സ്ഥാപനം തകർന്നു പോയ ഒരു ബിസിനസ്സുകാരൻ്റെ എന്നെ വിളിച്ച് അർദ്ധരാത്രിയിൽ കരയുന്ന സമയത്തും ആ മനുഷ്യൻ അറിയപ്പെടുന്ന ഫേമസ് ആയ ഒരു ബിസിനസ്സുകാരനാണ്. പക്ഷേ താൻ തിരിച്ചറിയുകയാണ്, താൻ തകർന്ന് തരിപ്പണമായി പോയി, ഒരു തിരിച്ചു വരിവില്ല. അന്നു മുതൽ തൻ്റെ കരച്ചിൽ കേൾക്കുവാനും ആശ്വാസവും ബലപ്പെടുത്തലുമായി കൂടെ നിൽക്കുവാനും പ്രാർത്ഥനയിൽ തന്നെ ശക്തിപ്പെടുത്തുവാനും ഉപവാസത്തിൽ തനിക്കൊപ്പമായിരുന്നു തന്നോട് ചേർന്ന് ഉപവസിക്കുവാനും. പ്രൈസർ ഫാമിലിക്കൊപ്പമുള്ളവർക്കറിയാം, നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും പ്രൈസർ ഫാമിലിക്കൊപ്പം ഉപവസിക്കുവാനുള്ള അവസരമുണ്ടെന്ന്. 20 കടന്നു വന്നു, 19 കടന്നുപോയി, 20 കടന്നു വന്നു, 21 ആയപ്പോൾ എല്ലാവരും അറിഞ്ഞു ഈ മനുഷ്യൻ പൊട്ടിപ്പാളീസായി. തൻ്റെ ഔട്ട്ലെറ്റുകളെല്ലാം പൂട്ടിയിടേണ്ടി വന്നു, സ്റ്റാഫ് എല്ലാം പോയി. തുടർന്ന് വേഗത്തിൽ ദിവസങ്ങൾ പോകുന്നതിനൊപ്പം തൻ്റെ തകർച്ചയുടെ ആക്കം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടു. ഏകദേശം 2024 അവസാന ഭാഗത്തോടുകൂടെ ആ സഹോദരൻ അവസാനം പറഞ്ഞ വാക്കിതാണ്: പാസ്റ്റർ, ഇപ്പോൾ ഞാനും എൻ്റെ ദൈവവും മാത്രമായി തീർന്നിരിക്കുന്നു. പെട്ടെന്ന് ഞാൻ മറുപടി പറഞ്ഞു, ഇന്നു മുതൽ ആ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങും. എനിക്കറിയത്തില്ല, പ്രാർത്ഥിക്കുന്ന ഒപ്പം ഉപവസിക്കുന്ന ഒരു ഭക്തനോട് ദൈവം തരുന്ന ആലോചനകൾ പറയുന്നതിൽ ഒരു വൈമുഖ്യവുമില്ല, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം എനിക്കറിയാം, പ്രാർത്ഥിക്കുന്നവന് വേണ്ടി, ഉപവസിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. പൊട്ടിപ്പാളീസ എന്ന് താൻ മാത്രം അറിഞ്ഞ് മനസ്സിലാക്കി കരഞ്ഞ് നിലവിളിച്ച ആ ദിവസത്തിൽ നിന്ന് തൻ്റെ തകർച്ച എല്ലാവരും തിരിച്ചറിഞ്ഞ്, എല്ലാവരും തന്നെ ഒഴിവാക്കി, ഒരകലം വിട്ട് മാറി നിന്ന ആ ദിവസങ്ങളിലൂടെ കടന്ന് ഇന്ന് നിങ്ങൾ ഈ മെസ്സേജ് കേൾക്കുന്ന ദിവസത്തിലേക്ക് എത്തുമ്പോൾ 50-ലധികം ഔട്ട്ലെറ്റുകളോടെ താൻ പറയുന്നത് തൻ്റെ ബിസിനസ്സിലൊരു കുതിച്ചു ചാട്ടം. 2019 ആ തകർച്ച ഉണ്ടാകാതിരുന്നുവെങ്കിൽ വളരുവാൻ കഴിയുന്നതിലും അധികം, അതിൻ്റെ എത്രയോ മടങ്ങൊരു കുതിച്ചു ചാട്ടം, 10 മടങ്ങ് സ്റ്റാഫ്, അതിലധികം സ്റ്റോക്ക്, അതിലധികമുള്ള വിശാലത ദൈവം നൽകി ആ സഹോദരനെ മാനിച്ചു. പൊട്ടിപ്പാളീസായ സ്ഥാനത്ത് നിന്ന് കേൾക്ക്, പൊട്ടിപ്പാളീസായ, എല്ലാം തകർന്നു പോയെന്ന് നീ ചിന്തിച്ചായിരിക്കുന്ന അവിടെ നിന്ന് പ്രിയ ബ്രദർ, നിനക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്.
താങ്ക് യു ലോർഡ്. മാനുഷികമായ എല്ലാ എഴുത്തുകുത്തുകളും, എല്ലാ പ്രതീക്ഷകളും, എല്ലാ പ്ലാനിങ്ങും അസ്തമിച്ചായിരിക്കുന്ന ഈ സ്ഥാനത്ത് നിന്ന് നിനക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. നീ വീണുപോയിടത്ത് നിന്ന്, നീ ജോലിയില്ലാത്തവനായി പ്രതീക്ഷയോടെ കടന്നുപോയി മറ്റുള്ളവരുടെ മുമ്പിൽ ഇന്ന് കടക്കാരനായി ഒരു പരിഹാസിയായി തീർന്ന അതേ ആ സ്ഥാനത്ത് നിന്ന് നിനക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. പ്രിയ ബ്രദർ കേൾക്ക്, സിസ്റ്റർ, നീ തുടങ്ങിയ ആ ബിസിനസ് നിന്നെ ഒരുപാട് ഉയരത്തിലെത്തിക്കുമെന്ന് നീ പ്രതീക്ഷിച്ചു. പക്ഷേ നിന്നെ ബാധ്യതക്കാരിയാക്കി, നിന്നെ കടക്കാരിയാക്കി, നിന്നെ കടക്കാരനാക്കി, പ്രിയപ്പെട്ടവർക്കും വേണ്ടപ്പെട്ടവർക്കും എല്ലാം നിന്നെ കൊള്ളരുതാത്തവളാക്കി, ഒരു അകലം വിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ, മക്കളെ അതല്ലേ, മാതാപിതാക്കൾ പോലും പേടിച്ചകന്നു നിൽക്കുന്ന അവസ്ഥയിൽ നീ ഒരുപാട് ഉയരത്തിലെത്തുമെന്ന് പ്രതീക്ഷിച്ച് സ്വപ്നം കണ്ട് തുടങ്ങിയ ആ ബിസിനസ്, ആ കച്ചവടം, ആ സ്ഥാപനം എന്തുമാകട്ടെ, സ്തോത്രം, പൊട്ടിപ്പാളിശായി നിൻ്റെ ജീവിതത്തിൽ വലിയൊരു തകർച്ച വിശ്വസിക്കുവാനും പ്രേക്ഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും തയ്യാറുണ്ടോ? പൊട്ടിപ്പാളിശായ സ്ഥാനത്ത് നിന്ന് ഒരു കുതിച്ചു ചാട്ടം, ഒരു ഉയർത്തെഴുന്നേൽപ്പ് എൻ്റെ ദൈവത്താൽ നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നു. ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സഹോദരി, നിനക്കറിയാം അത് പൊട്ടിപ്പാളിശായി. ആദ്യമൊക്കെ നീയാണത് മനസ്സിലാക്കിയത്. ആമേൻ. എല്ലാവരും പറയുമ്പോഴും നിങ്ങൾ ഒരുമിച്ച് നല്ല ജോഡിയായ മേഡ് ഫോർ ഈച്ച് അതർ എന്ന് പറയുന്ന വിധത്തിൽ ഇറങ്ങി നടക്കുമ്പോഴും നിനക്കറിയാം കുടുംബജീവിതം തകർന്നുകൊണ്ടിരിക്കുന്നു. ഫാമിലി ലൈഫ് എന്ന കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഫാമിലി ലൈഫ് എന്ന കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന, മറ്റാരും തിരിച്ചറിഞ്ഞിട്ടില്ല, സ്വയം തിരിച്ചറിയുന്ന ചിലർ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. പ്രിയ സിസ്റ്റർ, താമസിച്ചു പോയിട്ടില്ല. മുങ്ങുന്ന കപ്പലിനെ നമ്മൾ പൊക്കിയെടുക്കുവാൻ പോകുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. മുങ്ങുന്ന കപ്പലിനെ എൻ്റെ കർത്താവ് പൊക്കിയെടുക്കുവാൻ പോകുക. നിൻ്റെ കുടുംബജീവിതമെന്ന ആ കപ്പൽ മുങ്ങിപ്പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. പെട്ടുപോയ സ്ഥാനത്ത് നിന്ന് പട്ടുപോകാതെ എൻ്റെ കർത്താവ് നിൻ്റെ ഭർത്താവിനെ മടക്കി വരുത്തും. പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? ഉപവസിക്കുവാൻ തയ്യാറാണോ? സ്തോത്രം. ആമേൻ. മുങ്ങിക്കൊണ്ടിരിക്കുന്നു പാസ്റ്റർ, ഇനി ഒരിക്കലും എനിക്കൊരു തിരിച്ചു വരവ് നോ. സ്തോത്രം. ഒരു തിരിച്ചുവരവുണ്ട്, ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്, ഒരു പ്രാപിക്കലുണ്ട്. സ്തോത്രം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ? മാതാവേ, പിതാവേ, നിൻ്റെ മക്കൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. അവർ നശിച്ചു എന്ന് അവരെ അറിയുന്നവർ, നിന്നെ അറിയുന്നവർ പറഞ്ഞിടത്ത് നിന്ന് അവർക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. അവർ തകർന്നു പോയി, അവർ പൊളിഞ്ഞു പോയി, അവർ പൊട്ടിപ്പാളിസായി പോയി എന്ന് പറഞ്ഞിടത്ത് നിന്ന് നിൻ്റെ തലമുറകൾക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. അവിടെ അവർ തീർന്നു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. കടക്കാരിയായി നീ തീർന്നു പോകുവാൻ. സ്തോത്രം. നീ ഇപ്പം ചിന്തിക്കുന്ന ആത്മഹത്യയെക്കുറിച്ചാണ്. മരണമാണ് നല്ലത്. നീ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ മരണത്തിന് നിന്നെ ആവശ്യമില്ല. യെസ്, ഞാൻ ആവർത്തിച്ച് പറയട്ടെ, മരണത്തിന് നിന്നെ ആവശ്യമില്ല. കുതിച്ചെഴുന്നേൽപ്പിൻ്റെ സീസൺ എൻ്റെ ദൈവം നിനക്ക് മുമ്പിൽ ഒരുക്കിയിട്ടുണ്ട്. നോക്കൂ, 3-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൻ്റെ അടുക്കലിൽ നിന്ന് ഭിക്ഷയാചിക്കുന്ന ഈ മനുഷ്യനെ കുറിച്ച് പറഞ്ഞിട്ടാണ്. സുന്ദരമെന്ന, ബ്യൂട്ടിഫുൾ എന്ന ദേവാലയ ഗോപുരം, പേരുപോലെ അല്ലെങ്കിൽ പേരനർത്ഥമാക്കും വിധത്തിൽ മനോഹരമായ തീർത്ഥാടകർ ഒത്തിരി ഒഴുകിയെത്തുന്ന, ഒത്തിരി പേരുടെ ജീവിതത്തിൽ വലിയ സന്തോഷങ്ങൾ സമ്മാനിച്ച ഇടം. പക്ഷേ അവിടെ ഒരുത്തൻ തകർന്നു കിടക്കുന്നു. മറ്റുള്ളവർക്ക് പറയുവാനും മറ്റുള്ളവർക്ക് ചൂണ്ടിക്കാണിക്കുവാനും ഒക്കെ ഒരുപാട് നല്ലത് ഇന്നലകളിൽ നിൻ്റെ ഉണ്ട്. നല്ല എക്സ്പീരിയൻസ് നിനക്കുണ്ട്. ഓർത്തധികം വിഷമിക്കുവാൻ വേണ്ടി. ഒന്നുമില്ലാത്തവന് തകർച്ചയുടെ വേദന അറിയത്തില്ലല്ലോ. ഉള്ളവൻ തകരുമ്പോഴാണ് അത് വലിയ വേദനയായി, വലിയ സങ്കടമായി മാറുന്നത്. നീ അവിധത്തിൽ തകർന്നവനാ. എല്ലാം ഉണ്ടായിരുന്ന സ്ഥാനത്ത് നിന്ന്. അല്ല പാസ്റ്റർ, എല്ലാം ദൈവം തന്നു. യാസ്, ദൈവം എല്ലാം തന്നു. നിൻ്റെ സ്വപ്നത്തെക്കാൾ, നിൻ്റെ പ്രതീക്ഷയെക്കാൾ, നിൻ്റെ സ്തോത്രം. ഈ മെസ്സേജ് ഒരു പക്ഷേ ഇതെത്തേണ്ട ആളിലേക്ക് എത്തിയിട്ടില്ല എന്ന് ഞാൻ കരുതുന്നു. നിങ്ങളിത് അവരിലേക്ക് എത്തിക്കുക. നിങ്ങൾക്കറിയാം അവളെ ഒന്നുമില്ലായ്മയുടെ സ്ഥാനത്ത് നിന്ന് ദൈവം അനുഗ്രഹിച്ച് ഉയർത്തി. എന്നാൽ ഇന്ന് വീണ്ടും ഒന്നുമില്ലായ്മയുടെ അവസ്ഥയിൽ വീണ് കിടക്കുകയാണ്. സ്തോത്രം. വർഷങ്ങൾ, എനിക്കറിയത്തില്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്ന ചില വർഷങ്ങളായി തകർന്ന് തരിപ്പണമായ ബിസിനസ്സുകളെ, സ്ഥാപനങ്ങളെ,
കുടുംബജീവിതങ്ങളെ, എന്തിന് ആത്മീയ ജീവിതത്തെ എൻ്റെ ദൈവം പണിതുയർത്തുവാൻ പോകുന്നു. തകർന്ന് തരിപ്പണമായി പോയ ആത്മീയ ജീവിതത്തെ ഇനിയില്ല, ഇനി ദൈവവുമായൊരു ബന്ധമില്ല, ഇനി പള്ളി വേണ്ട, ഇനി ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ചില ജീവിതങ്ങളെ, ഇനി ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകത്തില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന മകളെ, ഇനി എനിക്ക് അവനെ വേണ്ട എന്ന് പറഞ്ഞ് ഞാനെടുത്ത തീരുമാനം ഞാൻ തന്നെ തിരുത്തുവാൻ പോകുന്നു എന്ന് പറഞ്ഞ് നിൻ്റെ നെഞ്ചത്ത് കുത്തി ഇറക്കുന്നത് പോലെ മൂർത്ത വാക്കുകൾ പറയുന്ന നിൻ്റെ തലമുറയുടെ തകർന്ന ജീവിതത്തെ എൻ്റെ ദൈവം പണിതുയർത്തുവാൻ പോകുന്നു. അഥവാ ഒരു ഉയർത്തെഴുന്നേൽപ്പ്. യെസ്, അവിടെ അവൾ തകർന്നു കരയുന്ന ആ രാജ്യത്ത് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. നീ എത്തപ്പെട്ട സ്ഥാനത്ത് പ്രിയ ബ്രദർ വിശ്വസിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ തയ്യാറുണ്ടോ? ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഗോപുരം മാത്രമല്ല, ഗോപുരത്തിൻ്റെ ചുറ്റുപാടുകളും മനോഹരമായി ബ്യൂട്ടിഫുള്ളായി മാറുവാൻ പോകുന്നു. നിൻ്റെ വീട്ടുപേര് മാത്രമല്ല, നിൻ്റെ ഇന്നലകൾ മാത്രമല്ല, നിൻ്റെ ഇന്നും നാളെയും ബ്യൂട്ടിഫുള്ളായി മനോഹരമായി മാറുവാൻ പോകുന്നു. അവിധത്തിൽ നിങ്ങളുടെ ജീവിതത്തെ ഒരു ഉയർത്തെഴുന്നേൽപ്പിനായി ഒരുക്കുവാൻ, ഒരു കുതിച്ചു ചാട്ടം പൊട്ടിപ്പാളീസായ തകർന്നുപോയ സ്ഥാനത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് അതിനുള്ള അവസരമുണ്ട്. ഒരു ഉപവാസം ക്രമീകരിച്ച് അത് പ്രാപിക്കുവാൻ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനുള്ള അവസരമുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. എല്ലാ ദിവസങ്ങളിലും രാവിലെയും വൈകുന്നേരവും ലൈവായി ഞങ്ങൾ നിങ്ങൾക്കൊപ്പമായിരിക്കും. വചന ശുശ്രൂഷയും മധ്യസ്ഥ പ്രാർത്ഥനയുമായി നമുക്ക് മുൻപോട്ട് പോകുവാനായിട്ട് കഴിയും. പ്രൈസർ ഫാമിലി ഗ്ലോബൽ നമ്മുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ശുശ്രൂഷ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സഭയുടെ മീറ്റിങ്ങുകളുണ്ട്. വെള്ളിയാഴ്ച രാവിലെ 10 മണി മുതൽ വിശുദ്ധ സഭാരാധന തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് പരിശുദ്ധാത്മാ നിറവിൽ ആ ദൈവിക വിടുതലുകളെ പ്രാപിച്ച് നിയോഗത്താലുള്ള ഒരു ആരാധന നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പ്രാപിക്കുക മാത്രമല്ല പ്രാപിക്കുന്നവരായി മാറുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് സ്വാഗതം. കണ്ണടച്ച വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. തകർന്ന കുടുംബങ്ങൾ, തകർന്ന തൊഴിലനുഭവങ്ങൾ, തകർന്ന വ്യക്തി ജീവിതങ്ങൾ, തകർന്ന ബിസിനസ്സുകൾ, തകർന്ന വിദ്യാഭ്യാസം, തകർന്ന ഭവനം, തകർന്ന സാമ്പത്തിക രംഗം, തകർന്ന ആത്മീക ഭൗതിക മേഖല, യേശുവേ ഇന്നൊരു പണിയപ്പെടൽ അങ്ങയുടെ നാമത്തിൽ സംഭവ്യമാകട്ടെ. പ്രൈസർ ഫാമിലി കാണുന്ന കേൾക്കുന്ന വലിയ സാക്ഷ്യങ്ങളിലൊന്നായി ഇവരുടെ ജീവിതം മാറട്ടെ. ഇവർ അത് പ്രാപിച്ചു തുടങ്ങട്ടെ. തൊഴിലില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൊഴിൽ സാഹചര്യങ്ങൾ അനുകൂലമാക്കി തീർക്കണമേ. തൊഴിലിടത്തിൽ നിന്ന് ഇവർക്ക് അർഹതപ്പെട്ട നന്മകൾ, അനുഗ്രഹങ്ങൾ ഇവരിലേക്ക് എത്തട്ടെ. നന്മകളുടെ വഴിയടയ്ക്കുന്ന ശത്രുവിൻ്റെ പദ്ധതികൾ അഴിഞ്ഞു മാറട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ. കുടുംബജീവിതങ്ങളുടെ സന്തോഷങ്ങളെ കവർന്നു കളയുന്ന ചില മാനുഷികമായ ഇടപെടലുകൾ, പൈശാചികമായ കടന്നുവരവുകൾ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ മാറിപ്പോകട്ടെ. കടഭാരങ്ങളും പലിശ കടങ്ങളും ബാങ്ക് നടപടികളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ. വസ്തുക്കൾ വാങ്ങലുകളും വിൽക്കലുകളും നടക്കട്ടെ. ഭവനങ്ങൾ പണിത് പൂർത്തീകരിക്കപ്പെടട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ബിസിനസ് സംബന്ധമായ എല്ലാ വെല്ലുവിളികളും മാറിപ്പോകട്ടെ. അഭിവൃദ്ധി ഉണ്ടാകട്ടെ. ഒരു കുതിച്ചു ചാട്ടം, യെസ്, അടുത്തൊരു ലെവലിലേക്ക് സ്വർഗമങ്ങ് കരം പിടിച്ച് നടത്തണമേ കർത്താവേ. അങ്ങയുടെ നാമത്തിൽ ഇവരുടെ ബിസിനസ്സിൽ ഒരു അഭിവൃദ്ധി ഉണ്ടാകട്ടെ. രാജ്യങ്ങളിലേക്ക് ബ്രാഞ്ചുകൾ ഒരുങ്ങപ്പെടട്ടെ. യെസ്, സംസ്ഥാനങ്ങൾ വിട്ട് പുതിയ ബ്രാഞ്ചുകൾ സ്വർഗമതകനെ ചെയ്യുന്ന കൃപയ്ക്കായി അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹം പ്രാപിക്കട്ടെ. യേശുവേ, വിദേശ രാജ്യങ്ങൾ കടന്നുപോയി ബാധിക്കപ്പെട്ടായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിസകൾ വരട്ടെ, PR-കൾ ലഭിക്കട്ടെ, വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ. വലുതും ചെറുതുമായ സകല വിഷയങ്ങൾക്ക് സ്വർഗമങ്ങ് മറുപടി നൽകിയാട്ടെ. പഠിക്കുന്ന മക്കളുടെ പഠനത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. മക്കളെ പഠിപ്പിക്കുവാൻ കഴിയാതെ നിരാശയിലായിരിക്കുന്നവർക്ക് വേണ്ടി സ്വർഗം പ്രവർത്തിക്കണമേ. മത്സര പരീക്ഷകൾ എഴുതി പരാജയപ്പെട്ട് തലകുനിച്ചായിരിക്കുന്നവർക്ക് വേണ്ടി സ്വർഗം പ്രവർത്തിക്കണം. അവർ തലനിവർക്കട്ടെ. ഒരു കുതിച്ചെഴുന്നേൽപ്പ്, ഒരു കുതിച്ചു ചാട്ടം ഇവരുടെ ജീവിതത്തിൽ മുൻപോട്ട് സ്വർഗമങ്ങ് നൽകി മാനിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാൻ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. മാത്രമല്ല നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക. നിങ്ങളും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിൽക്കുക. പ്രാർത്ഥനകൾ ക്രമീകരിക്കുക. നിശ്ചയമായും ആ ഉയർച്ച പ്രാപിക്കുവാൻ നിങ്ങൾക്കും അവസരമുണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രൈസർ ഫാമിലിക്ക് സ്വാഗതം. നാളെ ദൈവം അനുവദിച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും. അതുവരെയും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും
ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.